നമ്മളൊരു ഫിലിമായിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ കൊള്ളാം, അല്ലാതെ ഇപ്പോഴത്തെ ലൈഫുമായിട്ടൊക്കെ ജോയിൻ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 2D കണ്ടത് 3D കാണണമെന്ന് ഇനിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ പോയി കാണുന്നതായിരിക്കും. പ്രഭാസോட സീൻஸ்லாம் கொஞ்சம் காமெடியா தான் இருக்கு. ഇങ്ങനത്തെ പടങ്ങൾ വരണം, എന്നാലേ ഇനി ഇങ്ങനെ CGI വർക്കുള്ള നല്ല പടങ്ങൾ ഇറങ്ങുള്ളൂ. അതിൻ്റെ ഒരു ബിഗിനിങ് ആണിത്. സൂപ്പർ ക്ലൈമാക്സ് ഒക്കെ പൊളിച്ച് കൊള്ളാം നല്ല സിനിമ. നല്ല സിനിമയായിരുന്നു. എനിക്ക് നല്ല സിനിമയാണ്. ഇപ്പം പുതുതായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണ്. ഒരു ഹോളിവുഡ് മൂവി പോലെയൊക്കെ സയൻസ് ഫിക്ഷൻ സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. നല്ല പടം. കിടിലം പടമാണ്. വർത്താണ്. നമ്മൾ 2D കണ്ടത് 3D കാണണമെന്ന് ഇനിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ പോയി കാണുന്നതായിരിക്കും. അമിതാഭ് ബച്ചനൊക്കെ 81 വയസ്സാണെന്ന് പറയത്തേ ഇല്ല. അഭിനയിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റാണ്, അൾട്ടിമേറ്റാണ് പുള്ളി അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. പറയാതിരിക്കുന്നത് എനിക്കും സെയിം അഭിപ്രായം തന്നെയാണ്. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അമിതാഭ് ബച്ചൻ തന്നെയാണ്. പ്രഭാസും കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ശോഭന പോലും, ഈവൻ കുറച്ച് സമയമുള്ളൂ ദുൽഖർ പോലും നന്നായിട്ട് ചെയ്തു. കമലഹാസന് ഇനി വരാനിരിക്കുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെയല്ല, നമ്മളൊരു ഫിലിമായിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ കൊള്ളാം, അല്ലാതെ ഈ ഇപ്പോഴത്തെ ലൈഫുമായിട്ടൊക്കെ ജോയിൻ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കൊള്ളാം. അങ്ങനെ ഒരു റിവ്യൂവിൽ നോക്കിയാൽ ഇതൊരു എൻ്റർടൈൻമെൻറ്റാണ്. നമുക്ക് കിട്ടുന്ന എൻ്റർടൈൻമെൻറ്റായിട്ട് കാണാനാണെങ്കിൽ ഓക്കെ, അല്ലാതെ അതിൽ നിന്ന് പല വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടാനാണെങ്കിൽ അതൊന്നും കിട്ടത്തില്ല. എൻ്റർടൈൻമെൻ്റ്ലി ഓക്കെ. കുറേ ஹாலிவுட் மூவிஸிൻ്റെ ரெஃபரன்ஸ் ഒക്കെ ഉണ്ട്, അതുകൊണ്ട് எல்லாருக்கும் இஷ்டப்படும். பிரபாஸோட சீன்ஸ்லாம் கொஞ்சம் காமெடியாக தான் இருக்குது. செகண்ட் ஹாஃப் எல்லாருக்கும் பிடிக்கும். செகண்ட் ஹாஃப் நல்லாயிருக்கு. ஓகே ரொம்ப நல்லா இருக்குன்னு இல்லை, செகண்ட் ஹாஃப் எல்லாருக்கும் நல்லாயிருக்கும். കുഴപ്പമില്ല, കണ്ടിരിക്കാം. വല്ലാണ്ട് ലെങ്ത് ലാഗുണ്ട്, കുറച്ച് വലിച്ചു നീട്ടിയെടുത്ത പോലെ ഉണ്ട്. നന്നായിരുന്നു, കുഴപ്പമില്ല. ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. അമിതാഭ് ബച്ചൻ എടുത്തു പറയാം, നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇങ്ങനത്തെ പടങ്ങൾ വരണം, എന്നാലേ ഇനി ഇങ്ങനെ CGI വർക്കുള്ള നല്ല പടങ്ങൾ ഇറങ്ങുള്ളൂ. അതിൻ്റെ ഒരു ബിഗിനിങ് ആണിത്. അതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യണം എല്ലാവരും. VFX കൊള്ളാം. എൻഡിങ് ക്ലൈമാക്സ് നല്ല ബിൽഡപ്പ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫാണ് ഫുൾ പടം എന്തോന്ന് പറയാൻ നല്ല കയറി പോണത്. ആക്ഷനൊക്കെ കൊള്ളായിരുന്നു. ക്ലൈമാക്സ് ആണ് സംഭവം. ആക്ച്വലി അങ്ങനത്തെ കൊറിയോഗ്രാഫി ഇഷ്ടപ്പെട്ടില്ല, മറ്റേ ഫൈറ്റിംഗ് അതെല്ലാം കൊള്ളായിരുന്നു. VFX കൊള്ളായിരുന്നു. VFX ഇത്തിരി കൂടി കൂട്ടിയാൽ കൊള്ളായിരുന്നു. പൊളിപടം.